ഹായ് മക്കളെ, 2026 പ്ലസ് ടു ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന മക്കളായിരിക്കും നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. നിങ്ങളൊരു എഞ്ചിനീയറിംഗ് ആസ്പിരൻ്റ് ആണെങ്കിൽ, അതായത് രാജ്യത്തെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകളിലോ IITകളിലോ പഠിച്ച് ഒരു BTech ഡിഗ്രി കരസ്ഥമാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ JEE മെയിൻ അഥവാ അല്ലെങ്കിൽ JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. NITകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ JEE മെയിൻ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. IITകളിൽ അഡ്മിഷൻ കിട്ടാൻ JEE അഡ്വാൻസ് ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. സോ JEE മെയിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ 3 തവണ മാത്രമേ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കുള്ളൂ. ഒന്ന്, നിങ്ങളുടെ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതുന്ന അതേ വർഷം, അതായത് 2026, ദെൻ തൊട്ടടുത്ത 2 വർഷങ്ങൾ 2027, 2028. JEE അഡ്വാൻസിലേക്ക് നമ്മൾ വരുമ്പോൾ ജീവിതത്തിൽ 2 തവണ മാത്രമേ നിങ്ങൾക്ക് JEE അഡ്വാൻസ് എഴുതാനുള്ള അവസരമുള്ളൂ. ഒന്ന്, നിങ്ങൾ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതുന്ന 2026, ദെൻ തൊട്ടടുത്ത വർഷം 2027. അപ്പോൾ പറഞ്ഞു വന്നത്, പ്ലസ് ടു ബോർഡ് എക്സാമിനൊപ്പം നിങ്ങൾക്ക് JEE മെയിൻ എഴുതാനോ JEE അഡ്വാൻസ് എഴുതാനോ ഇൻട്രസ്റ്റ് ഇല്ല എങ്കിൽ, പ്ലാൻ ഇല്ല എങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ വിലപ്പെട്ട ഒരു അവസരമാണ് മിസ്സാക്കി കളയുന്നത്. സൈലത്തിൻ്റെ സൂപ്പർ കിങ്സ് ബാച്ചിലേക്ക് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പ്ലസ് ടു ബോർഡ് എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ 2026 JEEക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്ന സൂപ്പർ കിങ്സ് ബാച്ചിന് അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴേ നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. 2026 ബോർഡ് എക്സാമും JEEയും നമ്മൾ അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യും.